സ്നാനമേൽക്കാൻ വെമ്പി നിൽക്കുന്ന ജനം. ആറ്റിൻകരയോ കുളക്കരയോ ആയിരുന്നു പണ്ട് കാലത്ത് സ്നാനം നടന്നിരുന്നത്. എന്നാൽ ഇപ്പോൾ ആ സ്ഥിതിക്ക് മാറ്റം വന്നിരിക്കുന്നു. വലിയ ഓഡിറ്റോറിയങ്ങളിൽ സ്നാനം സംബന്ധിച്ച ക്ലാസ് എടുക്കുന്നു. ബീച്ചുകളിൽ ആയിരങ്ങൾ ചെന്ന് സ്നാനപ്പെടുന്ന സ്ഥിതിയാണിപ്പോൾ ഉള്ളത്. The Father, the Son, the Holy Spirit, the name of Jesus Christ. As Jesus moves, healing in His hands. Don't let Him go. The atmosphere has changed. As Jesus moves, healing in. പ്രത്യേകിച്ച് കൊറോണയ്ക്ക് ശേഷം വിവിധ രാജ്യങ്ങളിലെ ജനങ്ങളിൽ ക്രിസ്തീയ വിശ്വാസത്തിലേക്കുള്ള മടങ്ങിപ്പോക്കേറിയിട്ടുണ്ട്. കൊറോണയ്ക്ക് തൊട്ടു മുൻപ് ഫിലിപ്പീൻസിൽ നടന്ന സ്നാന ശുശ്രൂഷയാണ് ലോകത്തിലെ ഏറ്റവും വലിയ സ്നാന ശുശ്രൂഷ. All things are possible. God is here. He is here. Maria, God is here. Oh. ഫിലിപ്പീൻസിലെ ഇഗ്ലേഷ്യ നീ ക്രിസ്റ്റോ എന്ന സഭയുടെ പേരിലാണ് ഈ ലോക റെക്കോർഡ്. ഒറ്റ ദിവസം കൊണ്ട് ആയിരങ്ങളാണ് അവിടെ സ്നാനമേറ്റത്. സെപ്റ്റംബർ 7 ബുലാക്കനിലെ ഫിലിപ്പൈൻ അരീനയിൽ നടന്ന സ്നാന ശുശ്രൂഷയിൽ 18,272 പേർ സ്നാനമേറ്റ് ക്രിസ്തുവിനോട് ചേർന്നു. ബാപ്റ്റൈസ് അമേരിക്ക, ബാപ്റ്റൈസ് വേൾഡ് എന്ന പേരിൽ ആരംഭിച്ച ഒരു ലോക കൂട്ടായ്മയാണ് ഇത്തരത്തിൽ വലിയ സ്നാനങ്ങൾ നടത്തുന്നത്. 2026 മെയ് 24 ഞായറാഴ്ച പെന്തക്കോസ്ത് ദിനത്തിൽ ലോകവ്യാപകമായി നടത്തപ്പെട്ട ഒരു ബൃഹത്തായ ക്രിസ്ത്യൻ സ്നാന പരിപാടിയായിരുന്നു ബാപ്റ്റൈസ് അമേരിക്ക 2026. പരസ്യമായ വിശ്വാസം പ്രഖ്യാപിക്കാനും ആത്മീയ ഐക്യം പ്രോത്സാഹിപ്പിക്കാനും ലക്ഷ്യമിട്ട് ഈ പ്രസ്ഥാനം അമേരിക്കയിലുടനീളമുള്ള ആയിരക്കണക്കിന് സഭകളെ ഒരു ദിവസം ഒരേ സമയം ജലസ്നാനങ്ങൾ നടത്തുന്നതിനായി ഒന്നിപ്പിച്ചു. ഇവരുടെ ലക്ഷ്യം ക്രൈസ്തവ സഭകളുടെ ഐക്യം, മാനസാന്തരത്തെ പ്രോത്സാഹിപ്പിക്കുക, യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിൻ്റെ പരസ്യ പ്രഖ്യാപനമായി കൂട്ട ജലസ്നാനങ്ങളെ പ്രോത്സാഹിപ്പിക്കുക എന്നിവയാണ്. ഈ കൂട്ടായ്മ വലിയ രീതിയിൽ ലോകമാകെ വളർന്നു കഴിഞ്ഞു. 2026 മെയ് 2 അമേരിക്കയിലെ ഓറഞ്ച് കൗണ്ടിയിലെ പെറൈറ്റ്സ് കോവിൽ നടന്ന വളരെയധികം പേർ പങ്കെടുത്ത ബാപ്റ്റൈസ് കാലിഫോർണിയ 2026 തൊട്ടു പിന്നാലെയാണ് രാജ്യവ്യാപകമായി അമേരിക്കയിൽ ഈ പരിപാടി നടന്നത്. 49 രാജ്യങ്ങളിലായി 10,000-കണക്കിന് ക്രൈസ്തവ വിശ്വാസികളാണ് സ്നാനമേറ്റ് സഭയോട് ചേർന്നത്. അടുത്തിടെ നടന്ന പെന്തക്കോസ്ത് ഞായറാഴ്ചയിൽ ബ്രസീൽ, ഓസ്ട്രേലിയ, ഉഗാണ്ട, അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളിൽ ഏകദേശം 18,000-ലധികം വ്യക്തികൾ സ്നാനമേറ്റതായി കണക്കാക്കപ്പെടുന്നു. സ്നാനം സ്വീകരിക്കാൻ കടലിൽ പോകുന്നതിന് മുമ്പ് എനിക്ക് പരിഭ്രാന്തിയും അസ്വസ്ഥതയും തോന്നി. പക്ഷേ സ്നാനം സ്വീകരിച്ച ഉടനെ ലോകം എൻ്റെ ചുമലിൽ ഉയർത്തിയതായി എനിക്ക് തോന്നി. ഞാൻ വ്യത്യസ്തയായി. പിശാച് ശ്രമിച്ചു, പക്ഷേ ദൈവം വിജയിച്ചു. അമേരിക്കക്കാരിയായ ട്രേസി ട്രൈലറിൻ്റെ വാക്കുകളാണിത്. അമേരിക്കയിലെ 50 സംസ്ഥാനങ്ങളിലായി ഒറ്റ ദിവസം കൊണ്ട് 27,000-ലധികം ആളുകൾ സ്നാനമേറ്റതായി റിപ്പോർട്ട് ചെയ്തു.
സംസ്ഥാന വ്യാപകമായി ബാപ്റ്റിസ്റ്റ് കാലിഫോർണിയയുടെ ഭാഗമായി ഒറ്റ ദിവസം കൊണ്ട് 6000-ലധികം പേരെ പസഫിക് സമുദ്രത്തിൽ സ്നാനപ്പെടുത്തി. അമേരിക്കയിലെ പ്രമുഖ പ്രാദേശിക ബീച്ചിൽ ഹന്ന പാർക്ക് ബീച്ചിൽ ചർച്ച് ഓഫ് 11 ഒറ്റ ദിവസം കൊണ്ട് 1614 പേരെ സ്നാനപ്പെടുത്തി. ഫ്ലോറിഡയിലെ ജാക്സൺ വില്ലെ ചർച്ചിൻ്റെ കീഴിൽ 2552 പേർ യേശുക്രിസ്തുവിലുള്ള വിശ്വാസ പ്രഖ്യാപനത്തോടെ അറ്റ്ലാന്റിക് സമുദ്രത്തിൽ സ്നാനമേറ്റു. ആയിരക്കണക്കിന് ആളുകൾ വീണ്ടും ജനിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നു. ഇത്തരം അനുഭവങ്ങൾ അമേരിക്കയിലും വിവിധ രാജ്യങ്ങളിലും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ലോകമെമ്പാടുമുള്ള തീരദേശ പ്രദേശങ്ങളിൽ വലിയ സ്നാനങ്ങൾ പതിവായി നടന്നു വരുന്നു. ഓസ്ട്രേലിയയിലെ പെർത്തിൽ ഒരൊറ്റ ദിവസം കൊണ്ട് 1000-ലധികം പേർ പരസ്യമായി സ്നാനമേറ്റു. UK-യിലെ ലിങ്കൺഷെയറിൽ ഒരു തടാകത്തിൽ റിക്കി ഡൂലൻ്റെ നേതൃത്വത്തിൽ നടന്ന സ്നാന ശുശ്രൂഷയിൽ 100 കണക്കിന് പേർ സ്നാനമേറ്റു. UK-യുടെ ആത്മീയ നവീകരണവും ക്രിസ്തീയത പുനഃസ്ഥാപിക്കുന്നതിനുമായിരുന്നു ലക്ഷ്യം. From the Holy Spirit, the name of Jesus Christ. As Jesus moves, healing in his hands. Don't let him go. The atmosphere has changed. As Jesus moves, healing in his hands. Don't let him go. വിവിധ രാജ്യങ്ങളിലെ ഈ ബഹുജന ഒത്തുചേരലുകൾ ക്രിസ്തുവിലുള്ള ഐക്യത്തെ ഊന്നിപ്പറയുന്നു. സ്നാനമെന്നത് അനുതാപത്തിൻ്റെയും വീണ്ടും ജനനത്തിൻ്റെയും അനുസരണത്തിൻ്റെയും ഒരു പരസ്യ പ്രഖ്യാപനമാണെന്നതാണ് ഈ സ്നാനത്തിലൂടെ ജനം വിളിച്ചു പറയുന്നത്. പല രാജ്യങ്ങളിലെ സ്നാനങ്ങളുടെ വീഡിയോ ഇവിടെ പ്രദർശിപ്പിക്കുകയുണ്ടായി. സ്നാനാർത്ഥികളായ ആളുകളുടെ മുഖത്തെ സന്തോഷം, ചൈതന്യം, പ്രത്യാശ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. ക്രിസ്തുവിന് മാത്രം നൽകാൻ കഴിയുന്ന നിത്യസമാധാനം സ്നാനത്തിലൂടെ ലഭിക്കുകയാണ്. അതിൽ നിന്ന് ഉൾക്കൊള്ളുന്ന സമാധാനവും സന്തോഷവുമാണ് അവരുടെ മുഖത്ത് പ്രതിഫലിപ്പിക്കുന്നത്. പുതിയ ഒരു വീഡിയോയുമായി വീണ്ടും കാണും വരെയും എല്ലാവർക്കും നന്ദി, നമസ്കാരം.